ഹായ് ഓൾ, ഇത് നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് അടുത്ത് പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു ഫാം വില്ലയാണ്. ഇവിടെ ഒരുപാട് ആനിമൽസ് ആണുള്ളത്. കുതിര, ക്യാമൽ, അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പെറ്റ് ആനിമൽസ് ഉണ്ട്. നമുക്ക് ഫാമിലിയും പിള്ളേരും ഒക്കെ ആയിട്ട് വന്ന് ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ഇതിനൊക്കെ ഫീഡ് ചെയ്യാം. ഫീഡ്സൊക്കെ അവിടെ നിന്ന് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങളെന്തായാലും പിള്ളേരൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടുത്തെ ആംബിയൻസ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര ഒരു സ്മോൾ സ്പേസ് ആണെങ്കിലും നന്നായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു നന്നായിട്ട് എൻജോയ് ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കേരളത്തിൽ ഇതുപോലെ സ്ഥലം ഞാൻ വേറെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നിങ്ങളങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അവിടെ നമുക്ക് കുതിരപ്പുറത്ത് കയറാൻ പറ്റും. അങ്ങനെ 3 പേരെയും നമ്മൾ കുതിരയുടെ പുറത്ത് കയറ്റിയിട്ടുണ്ട്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ 3-ാമനെ നമ്മൾ കയറ്റി. അവൻ്റെ വിചാരം കുതിര ഓടിച്ച് പോകുന്നൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ കയറിയിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അവന് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇത് നമ്മുടെ ഫിഷിനൊക്കെ ഫീഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇത് കണ്ടോ, പരമശിവനെ പോലെ ഇരിക്കുന്ന വിഷ്ണുവിനെ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ റിലാക്സ് ആയി. അങ്ങനെ ഞങ്ങൾ 3 പേര് വിട്ടു. ഇത് കണ്ടോ, എൻ്റെ ബാഗിൽ കയറാനുള്ള പണിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കഴുത്തിലിട്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ബേർഡ്സിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ ഫീഡ്സ് കയ്യിൽ വെച്ച് കൊടുത്താൽ ഇത് വന്ന് പറന്ന് വന്നിരുന്നോളും. പക്ഷെ ഞങ്ങളുടെ കയ്യിലൊന്നും ആദ്യം വന്നിരുന്നില്ല. വിഷ്ണുവിൻ്റെ കയ്യിലും തലയിലും നെയ്ത്തും ഒക്കെ ബേർഡ്സ് തന്നെയായിരുന്നു. ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചു. ഒരു ബേർഡ് മാനെ പോലെ ആയിരുന്നു അവിടെ മൊത്തം ബേർഡ്സും. വിഷ്ണുവിൻ്റെ മേത്തായിരുന്നു വന്നിരുന്നത്. വല്ല മരമാണെന്ന് വിചാരിച്ച് കാണുമായിരിക്കും. പിന്നെ ഞങ്ങളെല്ലാവരുടെയും കയ്യിൽ വന്നിരുന്നേ. പിള്ളേർക്ക് ചെറുതായിട്ട് പേടിച്ചെങ്കിലും അവർക്കെല്ലാം പിന്നെ ഫീഡ് ചെയ്യാനും ഇതിനെടുക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ വിവിധതരം കോഴികൾ, പിന്നെ ആമ, പിന്നെ വിവിധതരം രാജ്യത്തുള്ള ആടുകൾ, പിന്നെ പൂച്ച, ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. ഞാനിതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് ബേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഡക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അതിന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഡോഗ്സ് ആയാലും ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി. നമുക്ക് ഇതുവരെ അങ്ങനെ കേരളത്തിൽ ഞാൻ ഇത്രയും വെറൈറ്റി സാധനങ്ങൾ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഫാമിലിയായിട്ട് നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.